Hi friends, welcome back to my channel Physica class. Plus 2 Physics and Unit 1 Electric Charges and Fields Part 3 video ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കുളോംസ് ലോ നമ്മൾ പറഞ്ഞിരുന്നു. കുളോംസ് ലോ എന്താണ് അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്ത് കാണിച്ചിരുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കുളോംസ് ലോ എന്ന് പറയുന്നത് Coulomb's law states that the electrostatic force between 2 point charges is directly proportional to the product of charges and inversely proportional to the square of distance between them. അപ്പോൾ ഈ ഒരു കുളോംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്തതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ മാത്രം പറയുന്നു. F equal to 1/4 epsilon Q1 Q2 divided by R square. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിന് രണ്ട് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മീഡിയം എപ്സിലോൺ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു FAR ഡിവൈഡഡ് ബൈ F മീഡിയം. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്നതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മീഡിയം, ഓർ ഇതിന് വേറൊരു പേരും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആണ്. ഇതിലെ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? വാക്കത്തിൻ്റെ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞത്. ഇനി നമ്മുടെ ഈ ഭാഗം വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. കുളോംസ് ലോ ഇൻ വെക്റ്റർ ഫോമും. ഇപ്പോൾ വെക്റ്റർ ഫോമിൽ നമുക്ക് ഈ കുളോംസ് ലോനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പോയിൻ്റ് O എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നു. ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ Q1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർജും ഇവിടെ Q2 എന്ന് പറഞ്ഞൊരു ചാർജും ഒരു 2 പോയിൻ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. കുളോംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? 2 പോയിൻ്റ് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഇൻട്രാക്ഷൻ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് O എന്നെടുത്തു. ഇവിടെ Q2 എന്ന് പറഞ്ഞൊരു ചാർജ്, ഇവിടെ Q1 എന്ന് പറഞ്ഞ ചാർജ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് Q1 എന്ന ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് R1 വെക്റ്റർ എന്നെടുക്കുന്നു. അതേപോലെ നമ്മൾ സാധാരണ ആറായിട്ടാണ് എടുക്കാറ്. 2 Q1 Q2 എന്ന് പറഞ്ഞ 2 പോയിന്റ് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ ലെറ്റർ ആറായിട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ R1 വെക്റ്റർ എന്ന് പറയുന്നത്. പിന്നെ R1 വെക്റ്റർ എന്ന് പറയാനുള്ളൊരു കാരണം എത്രയേ ഉള്ളൂ, നമ്മളിവിടെ വെക്റ്റർ ഫോമിലാണ് എഴുതുന്നത്. മനസ്സിലായോ? നമ്മളിവിടെ എഴുതുന്നത് എന്താണ്? വെക്റ്റർ ഫോമിലാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ അതിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, O എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് Q1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് R1 വെക്ടറും O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് Q2 എന്ന് പറഞ്ഞ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് R2 വെക്ടറായിട്ട് എടുത്തത്. ഇനി Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് R21 വെക്ടർ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R21 വെക്ടറാണ്. വെക്റ്റർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ഫോഴ്സ് എഴുതാം. ഓക്കെ, അതായത് ഒന്നാമത്തത് F12 വെക്ടറും വെക്റ്റർ ഫോമിലാണ് എഴുതുന്നത്. രണ്ടാമത്തത് F21 വെക്ടറും. F12 വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, F21 വെക്ടർ എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. F12 എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓൺ Q1. ഫോഴ്സ് ഓൺ Q1, അതായത് Q1 എന്ന് പറഞ്ഞ ചാർജിലുള്ള ഫോഴ്സാണ്, ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അത് ആര് കാരണം വരുന്നത്? ഡ്യൂ ടു Q2. മനസ്സിലായോ? അതാണ് F12 വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം 1 ആണല്ലോ, ദാറ്റ് മീൻസ് ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു ചാർജ് Q2. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ F21 എന്തായിരിക്കും ഒന്ന് പറഞ്ഞൂടെ? ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു Q1 ഓൺ Q1 അല്ല Q2 ഡ്യൂ ടു എന്താണ്? Q1 ആണ് അവിടെ വരിക. അപ്പോൾ F12 എന്താണ്? F21 വെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. F12 എന്ന് പറയുന്നത് ഒന്നാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ആര് കാരണം? രണ്ടാമത്തെ ചാർജ് കാരണം. F21 എന്ന് പറയുമ്പോൾ എന്താണ്?
രണ്ടാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ആര് കാരണം? ഒന്നാമത്തെ ചാർജ് കാരണം. ഓക്കെ, അപ്പോൾ F12 F21 എന്താണ്? ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് R21 എന്താണ്, R12 എന്താണ് എന്നുള്ളത് പറയാം. R21 വെക്റ്റർ എന്താണ്, R12 വെക്റ്റർ എന്താണെന്നുള്ളത് പറയാം. അതായത് ഈ Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസാണ് R12 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് R1 വെക്റ്റർ മൈനസ് R2 വെക്റ്റർ ആണ്. Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസാണ് എന്ത്? R12 വെക്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് R1 വെക്റ്റർ മൈനസ് R2 വെക്റ്റർ. അപ്പോൾ R21 വെക്റ്റർ എന്തായിരിക്കും? Q2 നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസാണ്. ദാറ്റ് മീൻസ് R2 വെക്റ്റർ മൈനസ് R1 വെക്റ്റർ. ഈ വെക്റ്ററിൻ്റെ സൈൻ ഡിനോട്ട് ചെയ്യാനാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ആരോ മാർക്ക് ഇടുന്നത്. ഓക്കെ, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ R12 വെക്റ്ററും R21 വെക്റ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. R12 വെക്റ്റർ എന്ന് പറയുന്നത് Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. R21 വെക്റ്റർ എന്ന് പറയുന്നത് Q2 നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ F21 എന്താണെന്ന് ക്ലിയറായി, F21 എന്താണെന്ന് ക്ലിയറായി, R21 വെക്റ്റർ എന്താണെന്ന് ക്ലിയറായി, R12 വെക്റ്റർ എന്താണെന്ന് ക്ലിയറായി. ഓക്കെ, ഇനി ഇതിലെ ഈ ഒരു ചിത്രത്തിലെ Q1 നിന്ന് Q2ലേക്കുള്ള ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ Q2 നിന്ന് Q1ലേക്കുള്ള ഡയറക്ഷൻ ഇങ്ങനെയാണ്. നേരെ ഓപ്പോസിറ്റ് അല്ലേ എടുക്കുന്നത്? ഒന്ന് ചിന്തിച്ചേ. Q1 എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് Q2 എന്ന് പറഞ്ഞിട്ടുള്ള ചാർജിലേക്കുള്ള ഡയറക്ഷൻ ഈ സൈഡിലേക്കാണെങ്കിൽ Q2 നിന്ന് Q1ലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ്, നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അർത്ഥം. ദാറ്റ് മീൻസ് R21 യൂണിറ്റ് വെക്റ്ററും R12 യൂണിറ്റ് വെക്റ്ററും ഡിസ്റ്റൻസുകളുടെ അളവുകൾ തുല്യമാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസും Q2 നിന്ന് Q1ലേക്കുള്ള ദൂരം സെയിം ആണ്, ലെങ്ത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ സാധാരണ വെക്റ്ററിനെ നമ്മൾ R വെക്റ്റർ ഇങ്ങനെയാണല്ലോ എഴുതാറ്? ഇതെന്താ ഈ സാധനം? ഇങ്ങനൊരു ചിഹ്നം, അത് ഡിനോട്ട് ചെയ്യുന്നത് യൂണിറ്റ് വെക്റ്ററിനെയാണ് കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതൊക്കെ. എന്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്? എന്തിനെയാണ്? യൂണിറ്റ് വെക്റ്ററിനെയാണ്. അപ്പോൾ R യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R വെക്റ്റർ ഡിവൈഡഡ് ബൈ R ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു യൂണിറ്റ് വെക്റ്റർ എന്താണ്? R വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് R ആണ്. അങ്ങനെയാണെങ്കിൽ R21 യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? R21 യൂണിറ്റ് വെക്റ്റർ ഈക്വൽ ടു R21 വെക്റ്റർ ഡിവൈഡ് ബൈ R. R12 യൂണിറ്റ് വെക്റ്റർ എന്തായിരിക്കും? R12 വെക്റ്റർ ഡിവൈഡ് ബൈ R12 അങ്ങനെ കേട്ടോ. ഓക്കെ, അതാണ് യൂണിറ്റ് വെക്റ്റർ എന്നുള്ള കോൺസെപ്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? Q1 നിന്ന് Q2ലേക്കും Q2 നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്തിട്ട് കൊടുത്തത്? ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് ഒന്ന് എഴുതിയാലോ? നമ്മൾ പറഞ്ഞു F12 വെക്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ F12 വെക്റ്റർ എന്താണെന്ന് നോക്കാം. ഫോഴ്സ് ഓൺ ചാർജ് 1 ഡ്യൂ ടു ചാർജ് 2. അപ്പോൾ അതായത് Q1 Q2 തമ്മിലുള്ള ഫോഴ്സ് തന്നെയാണ്. അവിടെ ഡിസ്റ്റൻസിൻ്റെ കേസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ എഴുതുന്നു 1/4πε. എന്താണ്? രണ്ട് ചാർജുകൾ ഏതൊക്കെയാണ്? Q1 Q2 തന്നെ. ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. F12 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഏതാ വരിക? R12, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് വെക്റ്റർ ഏത് വരും? R12 എന്ന് പറഞ്ഞതിൻ്റെ യൂണിറ്റ് വെക്റ്റർ. F21 എന്നൊന്ന് എഴുതി നോക്കിയേ. ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. F21 വെക്റ്റർ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ 1/4πε. F21 എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഓൺ ചാർജ് 2 ഡ്യൂ ടു ചാർജ് 1 ആണ്. അപ്പോഴും അവിടെ ഇൻട്രാക്ഷൻ സംഭവിക്കുന്നത് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് 1/4πε Q1 Q2. പക്ഷേ ഡിസ്റ്റൻസ് അവിടെ മാറി, F21 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി? R21ൻ്റെ സ്ക്വയർ ആയിട്ട് മാറി. ഇവിടെ യൂണിറ്റ് വെക്റ്റർ എന്തെന്ന് വരും? R21 യൂണിറ്റ് വെക്റ്റർ വരും അല്ലേ? R21 യൂണിറ്റ് വെക്റ്റർ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ക്ലിയർ ആയി. പക്ഷേ
ഒരു പ്രശ്നമുള്ളത് ഇവിടെ എന്താണ്, R12 വെക്ടറും യൂണിറ്റ് വെക്ടറും R21 യൂണിറ്റ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അവയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ, അവ തമ്മിലൊരു മൈനസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം, ഈ F12 വെക്ടറും മൈനസ് F21 വെക്ടറിന് എഴുതാം അല്ലേ. അതായത് ഈ Q1 Q2 തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമ്മളിപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞു, രണ്ട് ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ എന്താണ്, രണ്ട് തരം ഫോഴ്സുകളുടെയും, ദാറ്റ് മീൻസ് F12 F21 അവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇൻട്രാക്ഷൻ നടക്കുന്നത് ശരിക്കും Q1 Q2 തമ്മിലാണെന്നുണ്ടെങ്കിലും F12 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ആണ്. F21 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 ആണ്. ഫോഴ്സിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. Q1 നിന്ന് Q2ലേക്കുള്ള ഡയറക്ഷനും Q2 നിന്ന് Q1ലേക്കുള്ള ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്, ശരിക്കും കുളോംസ് ലോനെ വെക്റ്റർ ഫോമിൽ എഴുതി. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോഴത്തെ ഡയറക്ഷനും വെക്റ്ററായിട്ട് എഴുതുന്നത് R വെക്റ്റർ, അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ ഒക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, കുളോംസ് ലോനെ വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം. അത് ഈ പറയുന്ന ഒരു ഇക്വേഷനെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. F വെക്റ്റർ ഈക്വൽ ടു 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ R² R യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് R12 R21 ഒക്കെ വെച്ചിട്ടായിരുന്നു, F12 F21 ഒക്കെ വെച്ചിട്ടായിരുന്നു. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നും മാത്രം. ഇനിയിപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, വെക്റ്റർ ഫോമിലുള്ള കുളോംസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താണ്, F വെക്റ്റർ ഈക്വൽ ടു 1/4πε Q1 Q2 ഡിവൈഡ് ബൈ R² R യൂണിറ്റ് വെക്റ്റർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഈ R21 വെക്റ്റർ R12 വെക്റ്റർ F21 വെക്റ്റർ F21 വെക്റ്റർ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആവുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, കുളോംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ R² ആയിരുന്നല്ലോ, ശരിയല്ലേ, R² ആണ്. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇഫ് R ഈക്വൽ ടു 1 ആണ്, R ഈക്വൽ ടു 1 മീറ്റർ ആണ്. അതായത് രണ്ട് ചാർജൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. ഇനി Q1 Q2 എന്ന് പറയുന്നത് ഈക്വൽ ആണ്, അത് രണ്ടും 1 ആണ്, യൂണിറ്റ് ചാർജാണ്. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് യൂണിറ്റ് ചാർജാണ്. Q1 Q2 ഈക്വൽ ആണ്, രണ്ടും യൂണിറ്റ് ചാർജാണ്. ഇനി ഇതിലെ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ0 എപ്സിലോൺ r ആണല്ലോ, അതറിയാലോ അല്ലേ. എപ്സിലോൺ r എന്ന് പറയുന്നത് 1 ആണ്, വാക്കാണ് മീഡിയം, എയർ ആണ് മീഡിയം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എപ്സിലോൺ r എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം. 1/4πε എന്ന് പറയുന്നത് എന്താണ്, 1/4πε0 എപ്സിലോൺ r ആണ്, ശരിയല്ലേ. ഈ 1/4πε0ൻ്റെ വാല്യൂ എന്താണ്, 9 × 10⁹ ആണ്. ഇതൊക്കെ നമുക്ക് പല ഇക്വേഷനിലും പല പ്രോബ്ലംസിലും ഇതുപോലത്തെ കാര്യങ്ങൾ ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഭാഗത്തിലെ വീഡിയോയിൽ ഞാൻ ഓരോ ടൈമും ഓരോ ഇക്വേഷനും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ, അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. സോ 1/4πε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ആണ്, ഡിവൈഡഡ് ബൈ εr എന്ന് വരും, ശരിയല്ലേ. ഇപ്പോൾ ഈ εr 1 ആണ്, Q1 Q2 1 ആണ്, R 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം 1 ആയി കഴിഞ്ഞാൽ ഈ എഫിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, F ഈക്വൽ ടു 9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും, ശരിയാണോ.
9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ 1 ആയി അല്ലേ, ഇത് Q1 × Q2 1 × 1 1 ആയി, 1 ൻ്റെ സ്ക്വയർ എന്തായി 1 ആയി. അപ്പോൾ എല്ലാം 1 × 1 പോയി അല്ലേ, ഇതൊക്കെ പോയി. ബാക്കി എന്ത് വന്നു, 9 × 10⁹ ന്യൂട്ടൺ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് 9 × 10⁹ ന്യൂട്ടൺ ആയിട്ട് മാറുന്നത്? അവിടെ യൂണിറ്റ് ചാർജ് ആകുമ്പോൾ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എയർ എന്ന് പറഞ്ഞ മീഡിയത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ചാർജുകൾ ഈക്വലൻ്റ് സിമിലർ ചാർജ് റിപ്പൾസ് വിത്ത് എ ഫോഴ്സ് 9 × 10⁹ ന്യൂട്ടൺ എന്ന് നമുക്ക് പറയാം. എങ്ങനെയൊക്കെ ആകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 2 ചാർജ് ഉണ്ടല്ലോ, അവ തമ്മിലുള്ള ഇലക്ട്രിക് ഇൻട്രാക്ഷൻ, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ ആകുന്നത് എപ്പോഴാണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആകുമ്പോൾ, ആ എടുത്തിരിക്കുന്ന 2 ചാർജുകൾ യൂണിറ്റ് ചാർജ് ആകുമ്പോൾ, അത് നമ്മൾ ആ ചാർജുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് വാക്വത്തിലായിരിക്കുമ്പോൾ, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രിക് സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ ആണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് കുളോംസ് ലോ, ഇതൊക്കെ ഒന്ന് വെറുതെ മനസ്സിലാക്കിയിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അത്. ഫസ്റ്റത്തെ ബൈൻഡ്സ് ഇലക്ട്രോൺസ് ടു ദി ന്യൂക്ലിയസ് ഇൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിലേക്ക് ഇലക്ട്രോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ടല്ലോ അതും. അതേമാതിരി ആറ്റത്തിന് ബൈൻഡ് ചെയ്ത് മോളിക്യൂൾസ് ആക്കി ഫോം ചെയ്യിപ്പിക്കുന്നതിനും, അതേപോലെ എന്താണ് ആറ്റംസ് മോളിക്യൂൾസും കൂടി ചേർന്ന് നമുക്ക് സോളിഡ്സും ലിക്വിഡ്സും ഒക്കെ ഫോം ചെയ്യുന്നത്. ഇതിനൊക്കെ എന്ത് വേണം, ഈ ഇലക്ട്രിക്കൽ ഫോഴ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ എല്ലാ ബൈൻഡിങ്ങിൻ്റെ കേസിലും നമുക്കൊരു ഇലക്ട്രിക്കൽ ഫോഴ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. അതിനെന്ത് സഹായിക്കുന്നുണ്ട്, ഈ കുളോംസ് ലോ സഹായിക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, ഇറ്റ് റിവീൽസ് ഇലക്ട്രിക് ഇൻട്രാക്ഷൻ ക്യാൻ ബി വൺ ഓഫ് അട്രാക്ഷൻ. അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഇലക്ട്രിക് ഇൻട്രാക്ഷൻ അട്രാക്ഷനാണോ റിപ്പൾഷനാണോ എന്ന് പറയാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രലാണ്, അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന്, ദാറ്റ് മീൻസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കുളോംസ് ലോ സത്യത്തിൽ എവിടെയൊക്കെയാണ് ഉപകാരപ്രദം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഏത് ബൈൻഡിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിലും ന്യൂക്ലിയസിന് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്, എങ്ങനെയാണ് ആറ്റംസ് ബൈൻഡ് ചെയ്ത് മോളിക്യൂൾസ് ആവുന്നത്, എങ്ങനെയാണ് ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ ബൈൻഡ് ചെയ്ത് സോളിഡ്സ് ലിക്വിഡ്സ് ആവുന്നത്, ഇങ്ങനത്തെ ബൈൻഡിങ്ങിൻ്റെ കേസിൽ ഒരു ഇലക്ട്രിക് ഫോഴ്സ് വരുന്നുണ്ടല്ലോ. ഈ ഇലക്ട്രിക് ഫോഴ്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കുളോംസ് ലോ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രിക് അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്ന് മനസ്സിലാവാൻ, പിന്നെ എന്താണ് ഇലക്ട്രിക് ഫോഴ്സ് സെൻറ്ററിലാണ്, അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്താണ് കുളോംസ് ലോയുടെ സിഗ്നിഫിക്കൻസ് ആണ്. മനസ്സിലാക്കിയിരിക്കുന്ന കാര്യത്തിലേക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നിലധികം ചാർജുകൾ വരുന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സുകൾ അത് എങ്ങനെയായിരിക്കും, റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലേക്ക് ഒന്ന് കടക്കാം. ചിത്രത്തിൽ O എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ Q1 എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്, Q2 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, Q3 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഇങ്ങനെ 3 പോയിൻ്റ് ചാർജുകളുണ്ട്. ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് Q1 എന്ന് പറഞ്ഞ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസാണ് R1 വെക്റ്റർ. O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് Q2 എന്ന് പറഞ്ഞ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസാണ് R2 വെക്റ്റർ. Q3 എന്ന് പറഞ്ഞ ചാർജിലേക്ക് R3 വെക്റ്റർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി വെക്റ്ററിൻ്റെ അഡീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. ഇനി ഇവിടെ ഈ Q1ഉം Q2ഉം തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്. Q1ഉം Q2ഉം തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്. Q1ഉം Q3ഉം തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ F12 വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെക്റ്റർ ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് എഴുതണം? R12² R12 യൂണിറ്റ് വെക്റ്റർ. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ആ യൂണിറ്റ് വെക്റ്ററും കൂടെ നമ്മളവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ. ഇനി അതേപോലെ എന്താണ് Q1ഉം Q3ഉം തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് എന്ത് F13 വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? R13.
അപ്പോൾ നോക്കി നോക്ക്, F13 വെക്റ്റർ ഈക്വൽ ടു 1/4πε0 Q1 Q3 ഡിവൈഡ് ബൈ R13 സ്ക്വയർ R13 യൂണിറ്റ് വെക്റ്റർ. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. ഇനി ഈ F12 വെക്റ്ററിൻ്റെയും F3 വെക്റ്ററിൻ്റെയും F13 വെക്റ്ററിൻ്റെയും സം എടുക്കലാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ ഫോഴ്സ് ഓൺ Q1. Q1 എന്ന് പറഞ്ഞതിലെ ടോട്ടൽ ഫോഴ്സാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, Q1 എന്ന് പറഞ്ഞതിലെ ടോട്ടൽ ഫോഴ്സാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, Q1 എന്ന് പറഞ്ഞതിൽ ടോട്ടൽ ഫോഴ്സ് എന്ത് മൂലം ഉണ്ടാവും? Q2 മൂലം ഉണ്ടാവുന്നുണ്ട്, Q3 മൂലം ഉണ്ടാവുന്നുണ്ട്. Q2 മൂലം ഉണ്ടാകുന്ന ഫോഴ്സാണ് F12 വെക്റ്റർ. ക്ലിയർ അല്ലേ? അതായത് Q2 എന്ന് പറഞ്ഞ ഫോഴ്സ് മൂലം Q1 എന്ന് പറഞ്ഞ ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് F12 വെക്റ്റർ. Q3 എന്ന ചാർജ് മൂലം Q1 എന്ന് പറഞ്ഞ ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് F13 വെക്റ്റർ. അപ്പോൾ Q1 എന്ന് പറഞ്ഞ ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F1 വെക്റ്റർ ഈക്വൽ ടു F12 വെക്റ്റർ പ്ലസ് F13 വെക്റ്റർ. ഈ കണ്ടോ, ഇത് നമുക്കിങ്ങനെ കൂട്ടി ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒന്നിലധികം ഫോഴ്സുകൾ വന്നാൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ ജനറൽ കേസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 3 ചാർജുകൾ എടുത്തോളൂ, Q1 Q2 Q3. എന്നിട്ട് Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിച്ചത്. Q2 മൂലം Q3 മൂലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരുപാട് ഫോഴ്സുകൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വരും? F1 വെക്റ്റർ ഈക്വൽ ടു F12 വെക്റ്റർ പ്ലസ് F13 വെക്റ്റർ പ്ലസ് എക്സെട്ര അപ് ടു F1n വെക്റ്റർ നമുക്ക് എഴുതേണ്ടി വരും. അപ്പം അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഫോഴ്സ് ഓൺ ചാർജ് Q1 ദാറ്റ് ഈസ് F1 വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു Q/4πε0. അതിനൊരു മാറ്റമില്ലാതെ തുടരുന്നതാണ്. അതിന് നമ്മൾ മാറ്റി എഴുതി. പിന്നെ നമ്മൾ സിഗ്മ നൊട്ടേഷൻ കൊടുത്തു. കാരണം എന്താണ് F12 വരണം, F13 വരണം, വേണ്ടേ? അതായത് ഇവിടെ വരുന്ന ഈ ചാർജ് Q1ലാണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ Q1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്തൊക്കെ മാറും? ഈ ഒരു കേസിൽ Q2 വരും, ഈ ഒരു കേസിൽ Q3 വരും. അപ്പോൾ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സിഗ്മ നൊട്ടേഷൻ കൊടുക്കാം. സിഗ്മ I ഈക്വൽ ടു 2 to NA QI എന്ന് വെച്ച് കഴിഞ്ഞാൽ Q2 മുതൽ തുടങ്ങും ഡിവൈഡഡ് ബൈ R1I R12 R13 R14 അങ്ങനെ. അപ്പോൾ ഇവിടെ എന്ത് വരും? R1Iയുടെ യൂണിറ്റ് വെക്റ്റർ വരും. ഓക്കെ, ദാറ്റ് മീൻസ് R12 യൂണിറ്റ് വെക്റ്റർ, R13 യൂണിറ്റ് വെക്റ്റർ, ഇങ്ങനെ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഇവരോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2 ഫോഴ്സുകൾ തമ്മിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പോൾ Q1 എന്ന് പറഞ്ഞ ചാർജിലുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ Q1 കോമൺ ആണ്. Q1 Q2 Q1 Q3 Q1 Q4 അങ്ങനെ വരുന്നത്. അപ്പോൾ Q1 കോമൺ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഇവിടെ പുറത്തേക്ക് എടുത്തത്. ഓക്കെ, Q1 ഡിവൈഡ് ബൈ 4πε0 എന്ന് ആക്കിയത്. പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ I വെച്ച് സിഗ്മ നൊട്ടേഷൻ കൊടുത്ത് റെപ്രസെൻറ്റ്. എന്തുകൊണ്ട് സിഗ്മ നൊട്ടേഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷൻ ആണെന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആണല്ലോ. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയണ്ട കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ അയോൺസ് that are separated by a distance 5 × 10⁻10 meter is 3.7 × 10⁻9 meter. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം എഴുതാം. ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r നമുക്ക് തന്നിട്ടുണ്ട്. 5 × 10⁻10 meter ആണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഫോഴ്സ് F നമുക്ക് തന്നിട്ടുണ്ട്. 3.7 × 10⁻9 ആണെന്നും തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? 2 ഐഡൻറ്റിക്കൽ അയോൺസ്, ദാറ്റ് മീൻസ് Q1ഉം Q2ഉം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിക്കൽ അയോൺസ് ആണ് തന്നിട്ടുണ്ട്. Q1ഉം Q2ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടെണ്ണത്തിനും Q എന്ന് വിളിക്കാം. Q1 Q2 എന്ന് സെപ്പറേറ്റ് നമ്മൾ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഐഡൻറ്റിക്കൽ ആണ്, ഒരുപോലത്തെയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, അതുകൊണ്ട് നമ്മളതിനെ Q എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ചാർജ് ഓഫ് ഈച്ച് അയൺ? ഓരോ അയോണിൻ്റെയും ചാർജ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓരോ അയണിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് എന്താ കണ്ടുപിടിക്കേണ്ടത്? Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുളോംസ് ലോ പ്രകാരം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം.
എഫ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കി എഴുതാം. 1/4πε0 വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ആണ്. Q1 Q2 എന്ന് പറയുന്നത് എന്താണ്? Q1 ഉം Q2 നമ്മളവിടെ എന്തെടുക്കാനാണ് പറഞ്ഞത്? ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് Q എന്നെടുക്കാം. അപ്പോൾ Q1 × Q2 അല്ലേ? ദാറ്റ് മീൻസ് Q × Q2 എന്ന് പറയുമ്പോൾ എന്ത് വരും? Q × Q2 എന്ന് പറയുമ്പോൾ എന്ത് വരും? Q² ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അവർ നമുക്ക് എഫ് തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ചാർജ് Q ആണ്. അപ്പോൾ ഈ Qയുടെ ഇക്വേഷനാണ് നമ്മളിതിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ Qയുടെ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ എഴുതാം. ദാറ്റ് മീൻസ് Q² ഈക്വൽ ടു ഈ ആർ സ്ക്വയർ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി? ഇൻറ്റു ആയി അല്ലേ? എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, റൈറ്റ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. സോ 9 × 10⁹ ഡിവിഷനിൽ വരുന്ന കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് Q² എന്താണെന്ന് കണ്ടുപിടിക്കാം. Q² ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 9 × 10⁹ ആണ്. എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 3.7 × 10⁹ പിന്നെ ആർ സ്ക്വയർ വേണ്ടേ? 3.7 × 10⁹ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആർ എന്ന് പറയുന്നത് 5 × 10⁻10 ആണ് ആറ്. അതിൻ്റെ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 9 × 10⁹. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. 3.7 × 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായി? 25 ഇവിടെ 10⁻9 10⁻10ൻ്റെ സ്ക്വയറും 10⁻10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 എന്ത് വരും? 20 വരും, ശരിയല്ലേ? 10⁻10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ -10 × 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? -20 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ -20 വന്നു, ഇവിടെ -20 വന്നു, ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പോൾ എന്ത് വരും? -29 വരും. 10⁻29. ഇവിടെ എന്ത് വന്നു? 9 × 10⁻9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 10⁻9 നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 38 എന്ന് വരും, ശരിയല്ലേ? ഈ 10⁻9 നമ്മൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തായി? 10⁻9 ആയി, ശരിയല്ലേ? 10⁻9 ആയി. അപ്പോൾ ഇവിടെ -29 എന്ത് വരും? -9 വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ താഴേക്ക് എടുക്കുന്ന 10⁻9 മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എന്ത് വന്നു? 10⁻9 ആയി. അപ്പോൾ 10⁻29 10⁻9 അത് ആഡ് ചെയ്തിട്ട് -10 ഇട്ടാൽ മതി അല്ലേ? അവിടെ എന്ത് വരും? 10⁻38 വരും. ഓക്കെ, ഇതായിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ കിട്ടിയത് എന്താണ്? Q² ആണ്. നമുക്ക് എന്താണ് ആവശ്യം? Q ആണ് ആവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Q ഒന്ന് കണ്ടുപിടിക്കണം. Q കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിവിടെ സ്ക്വയർ റൂട്ട് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് Q കണ്ടുപിടിക്കാം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, Q ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3.7 × 25 × 10⁻38 ഓൾ ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, സോൾവ് ചെയ്ത് നോക്കുക നിങ്ങൾ, ശരിയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. 3.2 × 10⁻19 കൂളോമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. Q എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർജ്, ഓരോ അയണിൻ്റെയും ചാർജ് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എത്രയാണ് വന്നത്? 3.2 × 10⁻19 കൂളം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ മിസ്സിംഗ് ഫ്രം ഈച്ച് അയൺ? ഓരോ അയണിൽ നിന്നും എത്ര ഇലക്ട്രോൺസ്
മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ മിസ്സിങ് ഫ്രം ഈച്ച് അയൺ? ഓരോ അയണിൽ നിന്നും എത്ര ഇലക്ട്രോൺസ് ആണ് മിസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഇലക്ട്രോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിലെ ബി ക്വസ്റ്റ്യൻ നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n ആണ് കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ കോൺഡൻസേഷൻ ഓഫ് ചാർജ് എന്ന ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടിയിൽ Q ഈക്വൽ ടു n ഇൻറ്റു ഇ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർക്കണ്ട. നമ്മൾ ഫസ്റ്റത്തെ പാർട്ട് വീഡിയോയിൽ ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതായിരുന്നു കോൺഡൻസേഷൻ ഓഫ് ചാർജസ്. Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ എന്ന് പറയുന്നത്. അതിൽ Q ഈക്വൽ ടു NE എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് n എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. n ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ E ആണ്. അതിലെ ചാർജ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 3.2 ഇൻറ്റു 10⁻⁹ ആണ്. ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ് നിങ്ങൾക്കറിയാലോ. എത്രയാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁹ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. അപ്പോൾ Q ഈക്വൽ ടു n ഇൻറ്റു ഇ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് n കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കുളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം, സൂപ്പർ പൊസിഷൻ്റെ പ്രിൻസിപ്പിൾ, അതേപോലെ നമ്മളൊരു പ്രോബ്ലം ചെയ്തു, കുളോംസ് ലോയുടെ സിഗ്നിഫിക്കൻസ്. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണാം. ഓക്കെ, താങ്ക് യു.